നമസ്കാരം. ഏറ്റുമാനൂരിൽ തീവണ്ടിക്ക് മുന്നിൽ ചാടി വീട്ടമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സൈബർ ഇടത്തിൽ പലവിധത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇതിലൊന്ന് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ ജോലിക്ക് അപേക്ഷിച്ചിട്ടും ജോലി ലഭിക്കാത്തത് കൊണ്ടാണെന്ന വിധത്തിലായിരുന്നു. ഈ പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കാരിത്താസ് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഷൈനി ആശുപത്രിയിൽ ജോലിക്കായി അപേക്ഷിച്ചിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന കാരിത്താസ് എന്നാൽ അവർക്ക് ജോലി നൽകാൻ തീരുമാനിച്ചിരുന്നതായും വ്യക്തമാക്കി. നഴ്സിംഗ് ജോലി ഷൈനിക്ക് നൽകാൻ നിബന്ധനകൾ അനുസരിച്ച് സാധിക്കുമായിരുന്നില്ല. എന്നാൽ അവരുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി നഴ്സിംഗ് അസിസ്റ്റൻസ് എന്ന ജോലി നൽകാമെന്ന് അറിയിച്ചതാണെന്നും ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചു. എന്നാൽ വീടിനടുത്തുള്ള മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ലഭിച്ചു എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചതെന്നും കാരിത്താസ് മാനേജ്മെന്റ് വ്യക്തമാക്കി. യാഥാർത്ഥ്യം ഇതായിരിക്കെ അറിവില്ലായ്മ കൊണ്ടോ മനഃപൂർവ്വമോ ഈ അവസരത്തിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നത് തീർത്തും വേദനാജനകമാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കാരിത്താസിന്റെ വിശദീകരണം ഇങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച ഷൈനിയുടെയും മക്കളുടെയും വേദനാജനകമായ വിയോഗത്തിൽ കാരിത്താസ് ആശുപത്രി പങ്കുചേരുകയും ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളെ മുൻനിർത്തി ചിലർ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നു. ഷൈനി എന്ന സഹോദരി ഈ ആശുപത്രിയിൽ ജോലിക്കായി അപേക്ഷിച്ചിരുന്നു, എന്നാൽ നൽകിയില്ല. ഇത്തരമൊരു പ്രസ്താവനയോടുകൂടി ചിലർ പ്രചരിപ്പിക്കുന്ന വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുടെ സത്യാവസ്ഥ ഇപ്രകാരമാണ്. കാരിത്താസ് NABH നഴ്സിംഗ് എക്സലൻസ് അംഗീകാരമുള്ള ആശുപത്രി ആയതിനാൽ അതിൻ്റെ നിബന്ധനയനുസരിച്ച് 9 വർഷത്തിലധികമായി നഴ്സിംഗ് ജോലി ചെയ്യാതിരുന്ന ഈ സഹോദരിക്ക് പ്രസ്തുത ജോലി നൽകുവാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും ഈ സഹോദരിയുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി നഴ്സിംഗ് അസിസ്റ്റൻസ് എന്ന ജോലി നൽകാമെന്ന് അറിയിച്ചതാണ്. എന്നാൽ വീടിനടുത്തുള്ള മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ലഭിച്ചു എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. യാഥാർത്ഥ്യം ഇതായിരിക്കെ അറിവില്ലായ്മ കൊണ്ടോ മനഃപൂർവ്വമോ ഈ അവസരത്തിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നത് തീർത്തും വേദനാജനകമാണ്. അകാലത്തിൽ വേർപെട്ട ഈ 3 ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവർക്കുമൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഇന്നലെ രാവിലെയാണ് ഏറ്റുമാനൂർ മനക്കപ്പാട്ടത്തിന് സമീപം ട്രെയിൻ തട്ടി വീട്ടമ്മയും പെൺമക്കളും മരിച്ചത്. പാറോലിക്കൽ 101 കവലയ്ക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി, മക്കളായ അലീന, ഇവാന എന്നിവരാണ് മരിച്ചത്. തൊടുപുഴ ചുങ്കം സ്വദേശിയായ ഭർത്താവിൻ്റെ പീഡനം സഹിക്കാനാവാതെ ഷൈനിയും മക്കളും കുറച്ചു നാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. രാവിലെ പള്ളിയിലേക്കെന്ന് പറഞ്ഞാണ് മക്കളെയും കൊണ്ട് ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്നലെ രാവിലെ 5:30യോടെയാണ് സംഭവം. ചിന്നിച്ചിതറിയ നിലയിൽ 3 പേരുടെയും മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. മരിച്ച അലീനയും ഇവാനയും തെള്ളകം ഹോളിക്രോസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഷൈനിക്ക് 14 വയസ്സുള്ള എഡ്വിൻ എന്ന മകൻ കൂടിയുണ്ട്. എഡ്വിൻ എറണാകുളത്ത് സ്പോർട്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. തൊടുപുഴ സ്വദേശിയായ ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന ഷൈനി 9 മാസമായി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. ഷൈനിയുടെ ഭർത്താവ് ഇറാഖിലാണ്, ഇപ്പോൾ വീട്ടിലുണ്ട്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് നിഗമനം. നിർത്താതെ ഹോൺ അടിച്ചെങ്കിലും അമ്മയും മക്കളും ട്രാക്കിൽ നിന്ന് മാറിയില്ലെന്ന് ലോക്കോ പൈലറ്റ് പറഞ്ഞു. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയിരുന്ന ഷൈനി നേരത്തെ വിദേശത്തും ജോലിക്കായി ശ്രമിച്ചിരുന്നു. ഇതിനിടയിൽ ഭർത്താവുമായി ഉണ്ടായ പ്രശ്നങ്ങൾ കടുത്ത മാനസിക വിഷമത്തിലാക്കി. നാട്ടിലെങ്ങും ഒരു ജോലിക്ക് ശ്രമിച്ചിട്ടും കിട്ടാതായതോടെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. 2 പെൺമക്കളും പഠനത്തിലും പള്ളിവക പരിപാടികളിലുമെല്ലാം സജീവമായിരുന്നു. ഇവാന്റെയും അലീനയുടെയും ആദ്യ കുർബാന സ്വീകരണ ചടങ്ങിന്റെ ചിത്രങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇത് കണ്ട് നെഞ്ചു നുറുങ്ങുകയാണ് നാട്ടുകാർക്കും. ഈ മാലാഖ കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തതിൽ ഒരു ലോഹയിട്ട വൈദികനും പങ്കുണ്ടെന്ന രോഷപ്രകടനങ്ങളും ചില വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിറയുന്നു. ഷൈനിയും ഭർത്താവ് നോബിയും തമ്മിലുള്ള വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് മരണം. കുടുംബ പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് മുന്നിലാണ് മൂവരും ജീവനൊടുക്കിയത്. ട്രെയിൻ വരുമ്പോൾ മൂവരും കെട്ടിപ്പിടിച്ച് ട്രാക്കിലിരിക്കുകയായിരുന്നുവെന്ന് ലോക്കോ പൈലറ്റ് വെളിപ്പെടുത്തിയിരുന്നു.